ഒരു കപ്പലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യാത്രാസംഘം. കപ്പലിലെ അവരുടെ തുടർ യാത്രയ്ക്ക് ആവശ്യമായ വിഭവങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആ കപ്പലിൽ കടലിലൂടെ അവർ സഞ്ചരിക്കുമ്പോഴാണ് അവരൊരു ചെറിയ ദ്വീപ് കാണുന്നത്. അവർക്ക് വലിയ ആശ്വാസമായി കപ്പൽ ആ ദ്വീപിന് സമീപത്ത് നങ്കൂരമിട്ടു. കപ്പലിൽ നിന്നും ദ്വീപിലേക്ക് നോക്കുമ്പോൾ ധാരാളം വിഭവങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ ദ്വീപിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ കപ്പിത്താൻ ഈ ദ്വീപിലേക്ക് വിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങുന്ന യാത്രക്കാരോട് വിളിച്ചു പറഞ്ഞു, ശ്രദ്ധിക്കണേ, ഈ ദ്വീപിൽ ധാരാളം വിഭവങ്ങളുണ്ട്. നമ്മുടെ തുടർ യാത്രയ്ക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നമ്മുടെ യാത്രയെ ദുസ്സഹമാക്കുന്നതും നമ്മെ തന്നെ നശിപ്പിക്കുന്നതുമായ ഒട്ടനേകം വിഭവങ്ങൾ. നമ്മൾ യാത്രക്കാരാണ് എന്നുള്ള ബോധം, എന്നുള്ള ഓർമ്മ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ദ്വീപിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ തുടർ യാത്രയ്ക്ക് ആവശ്യമായ, യാത്രയുടെ സുഗമമായ മുന്നോട്ട് പോക്കിന് ആവശ്യമായ വിഭവങ്ങൾ മാത്രം ശേഖരിച്ച് നിങ്ങൾ ഈ കപ്പലിലേക്ക് മടങ്ങിയെത്തി നിങ്ങളുടെ ഇരിപ്പിടങ്ങൾ ഉറപ്പിക്കണം. ദ്വീപിൽ വിലപിടിപ്പുള്ള ധാരാളം വസ്തുക്കളുണ്ട്. സ്വർണങ്ങളും രത്നങ്ങളും വജ്രങ്ങളും അങ്ങനെ തുടങ്ങി വിലപിടിപ്പുള്ള അനേകം വസ്തുക്കൾ. നിങ്ങൾ അതിൻ്റെ പുറകിൽ സഞ്ചരിക്കരുത്. അത്തരത്തിലുള്ള വല്ലതും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അതെല്ലാം ഉപയോഗപ്പെടുത്തി തുടർ യാത്രയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ആ വിലപിടിപ്പുള്ള സ്വർണവും വജ്രവും അത്തരത്തിലുള്ള വസ്തുക്കളുമായി നിങ്ങൾ കപ്പലിലേക്ക് മടങ്ങി വരരുത്. അത് നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങളുടെ യാത്ര നിങ്ങൾക്ക് പ്രയാസകരമായി തീരും. നിങ്ങൾക്കത് വലിയ ഭാരമായി മാറും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ദ്വീപിൽ കണ്ണും ചിപ്പിക്കുന്ന ധാരാളം കാഴ്ചകളുണ്ട്. ഒരുപാട് ആസ്വാദന വസ്തുക്കളുണ്ട്. യാത്രക്കാരാണെന്ന ബോധമില്ലാതെ, ആ യാഥാർത്ഥ്യം മറന്നുകൊണ്ട് ആ ആസ്വാദനങ്ങളുടെ കാഴ്ചകളുടെ പുറകിൽ നിങ്ങൾ കയറിപ്പോകരുത്. അങ്ങനെ നിങ്ങൾ ഈ ദ്വീപിനകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ദ്വീപിലെ വന്യമൃഗങ്ങൾ നിങ്ങളെ ആക്രമിക്കും. കപ്പിത്താന്റെ വാക്കുകൾ എല്ലാവരും കേട്ടു. എല്ലാവരും ദ്വീപിലേക്ക് ഇറങ്ങി. ഒരു വിഭാഗം വേഗം കപ്പിത്താൻ പറഞ്ഞതുപോലെ തുടർ യാത്രയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ മാത്രം ശ്രദ്ധിച്ച് അത് തേടിപ്പിടിച്ച് അതെല്ലാം കളക്ട് ചെയ്ത് സന്തോഷത്തോടുകൂടെ അവർ കപ്പലിലേക്ക് മടങ്ങിയെത്തി അവരുടെ ഇരിപ്പിടങ്ങൾ ഉറപ്പിച്ചു. മറ്റൊരു വിഭാഗം അവർ ഈ തുടർ യാത്രയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് അവർ വിലപിടിപ്പുള്ള പല വസ്തുക്കളും കാണുന്നത്. സ്വർണങ്ങളും വജ്രങ്ങളും രത്നങ്ങളൊക്കെ. അവർ അതെല്ലാം കളക്ട് ചെയ്തെങ്കിലും നേരത്തെ കപ്പിത്താൻ പറഞ്ഞ കാര്യം അവർക്ക് ഓർമ്മ വന്നു. ഇതെല്ലാം തുടർ യാത്രയിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, വലിയ ഭാരമായിരിക്കും. അതെല്ലാം അവർ ഉപയോഗപ്പെടുത്തി തുടർ യാത്രയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ ശേഖരിച്ചു. ബാക്കിയുള്ളവ അവിടെ ഉപേക്ഷിച്ച് അവരും കപ്പലിലേക്ക് മടങ്ങിയെത്തി. പക്ഷേ ആദ്യം വന്ന ആളുകൾക്ക് ലഭിച്ച സീറ്റുകൾ പോലെയുള്ള നല്ല സീറ്റുകളായിരുന്നില്ല അവർക്ക് ലഭിച്ചിരുന്നത്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും ഒക്കെ പുറകിൽ പോയ മറ്റൊരു വിഭാഗം അവർ ഈ വസ്തുക്കളും ചുമന്ന് കപ്പലിലേക്ക് പ്രയാസപ്പെട്ട് വരാൻ വേണ്ടി തുടങ്ങി. അവർ കപ്പലിലേക്ക് എത്തിയപ്പോഴേക്കും കപ്പലിലെ സീറ്റുകളെല്ലാം ഫുള്ളായിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന ആ ഭാരമേറിയ വസ്തുക്കളും പിടിച്ച് പ്രയാസപ്പെട്ട് അവർ ആ കപ്പലിൻ്റെ പല ഭാഗങ്ങളിലായി, പല മൂലകളിലായി അവരിങ്ങനെ നിൽക്കാൻ വേണ്ടി തുടങ്ങി. ഏതായാലും കപ്പൽ യാത്ര തിരിക്കാൻ ഒരുങ്ങി. കപ്പൽ സൈറം മുഴക്കി. അപ്പോഴാണ് മറ്റൊരു വിഭാഗം ഈ ദ്വീപിൽ അവർ ഈ കളിയുടെയും ചിരിയുടെയും ആസ്വാദനങ്ങളുടെയും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള പല വസ്തുക്കളുടെയും പുറകിൽ പോയ മറ്റൊരു വിഭാഗത്തിന് തിരിച്ചു പോകണം, ഞങ്ങൾ യാത്രക്കാരാണ് എന്നുള്ള ഓർമ്മയുണ്ടാവുന്നത്. അവർ മടങ്ങി എത്തുമ്പോഴേക്കും, അവർ അടുക്കലേക്ക് എത്തുമ്പോഴേക്കും കപ്പൽ യാത്ര തിരിച്ചിരുന്നു. മറ്റൊരു വിഭാഗം ഈ ഒരു ബോധവുമില്ലാതെ അവർ ഉൾക്കാടിലേക്ക് ആസ്വാദനങ്ങളുടെ, ആനന്ദങ്ങളുടെ, നല്ല കാഴ്ചകളുടെ പുറകിൽ അവർ സഞ്ചരിച്ചവരായിരുന്നു. അവരെ വന്യമൃഗങ്ങൾ പിടിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആദ്യം എത്തിയ വിഭാഗം അവർ സന്തോഷത്തോടുകൂടെ സുഗമമായി അവർ കപ്പലിൽ യാത്ര ചെയ്യുന്നു. പിന്നീട് വൈകി വന്നവർ അതിനനുസരിച്ചുള്ള പ്രയാസങ്ങൾ അവർ സഹിക്കേണ്ടി വരുന്നു. ഒരുപാട് രത്നങ്ങളും മറ്റുമൊക്കെയായി വന്നവർ അവർ ആ രത്നങ്ങളുടെ, ആ സ്വർണത്തിൻ്റെ ഭാരവും പേറി ബുദ്ധിമുട്ടുകൊണ്ട് അവർ യാത്ര ചെയ്യേണ്ടി വന്നു. ഇത് പല മഹാന്മാരും ദുനിയാവിലെ അവസ്ഥയെക്കുറിച്ച്, ദുനിയാവിൻ്റെയും ദുനിയാവിലെ മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ ഉദാഹരണമായി പറയുന്ന ഒരു കഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെ ദുനിയാവ് എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ യാത്രക്കാരായി വന്നവരാണ്. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര ചെയ്യേണ്ടവരാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന ജോലി എന്ന് പറയുന്നത് നമ്മുടെ തുടർ യാത്രയ്ക്ക് ആവശ്യമായ, നമ്മുടെ ലക്ഷ്യസ്ഥാനമാകുന്ന സ്വർഗത്തിലേക്ക് എത്തുന്നതിനാവശ്യമായ വിഭവങ്ങൾ കളക്ട് ചെയ്യലാണ്. നമ്മുടെ യാത്രയാകുന്ന ഖബറിലൂടെയുള്ള, മഹ്ശറിലൂടെയുള്ള, സിറാത്തിലൂടെയുള്ള യാത്രയിൽ നമ്മെ സംരക്ഷിക്കാൻ, നമുക്ക് സുഗമമായി സഞ്ചരിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ സമാഹരിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇവിടുത്തെ ആസ്വാദനങ്ങളുടെയും അല്ലെങ്കിൽ ഇവിടുത്തെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും പുറകിൽ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തുടർ യാത്ര നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആസ്വാദനങ്ങളുടെ പുറകിൽ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താതെ നാം പലപ്പോഴും നശിച്ചു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക.
കുൻ ഫിദ്ദുനിയ ക അന്നക ഗരീബ് ഔ ഗാബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ ദുനിയാവിലൊരു യാത്രക്കാരനാണ്, ഒരു വിദേശിയാണ് എന്ന് മനസ്സിലാക്കുക. നീ ഖബറാളികളുടെ കൂട്ടത്തിൽ പെടുത്തുക. എപ്പോഴും മരണം കൂടെയുണ്ട് എന്ന ബോധത്തിൽ ജീവിക്കുക.